വെരി ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പം ഞാൻ ഇന്ന് FSLൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇൻട്രാഡേ അല്ല ചെയ്യുന്നത്, പൊസിഷനിലാണ് ഞാൻ ട്രേഡ് എടുത്തിരിക്കുന്നത്. അതായത് ഞാനെടുത്ത 1500 ക്വാണ്ടിറ്റി FSLൻ്റെ ഷെയർ വാങ്ങാനുള്ള പൈസ എൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് FSL പൊസിഷനിൽ ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യൂഷ്വലി ഇതിന് മുന്നത്തെ എന്ന് പറയുന്നത് ഞാൻ ഇൻട്രാഡേ ആയിരുന്നു ചെയ്തത്. അതായത് അതിൻ്റെ ഷെയർസ് വാങ്ങാൻ ഏകദേശം 5 മടങ്ങോളം പൈസ നമുക്ക് ബ്രോക്കർ ലിവറേജ് ആയിട്ട് തരുമായിരുന്നു. പക്ഷേ ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള കാശിട്ടിട്ടാണ് ഞാൻ പൊസിഷനിൽ ട്രേഡ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബേസിക്കലി ഇൻട്രാഡേ ചെയ്യുന്ന സമയത്ത് ഇൻട്രാഡേ ചെയ്യുന്നവർക്കറിയാം, ഭയങ്കര നമുക്കിങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടിരിക്കും, ടെൻഷനായിട്ട്. എനിവേ ഇന്ന് എനിക്ക് ആ ടെൻഷനില്ല, കാരണം പൊസിഷനാണ്. പോയി കഴിഞ്ഞാലും എനിക്കവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്താലും എനിക്കതോടെ നഷ്ടം എഴുതി കാണിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിന്ന് എടുത്തിരിക്കുന്നത് 1500 ക്വാണ്ടിറ്റി ഇൻറ്റു 5 ആണ്. അപ്പോൾ 5 രൂപ കയറി കഴിയുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആവും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ താഴത്തുള്ള കമൻസുകൾ ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ അതിൽ ചോദിക്കുന്ന 2 ചോദ്യം: ഒന്ന്, ഞാൻ എത്ര ക്യാപിറ്റലാണ് ഉപയോഗിക്കുന്നത്; 2, ഞാൻ എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്കൗട്ട് ആവണമെന്നില്ല. അതിനാണ് ഞാൻ പ്രീവിയസ്ലി പറഞ്ഞത്, നിങ്ങൾ പ്രോപ്പറായി പഠിച്ച് നിങ്ങളെല്ലാവരും നിങ്ങളുടേതായിട്ടുള്ളൊരു ഓൺ സ്ട്രാറ്റജി നിങ്ങൾ വർക്കൗട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. പിന്നെ ക്യാപിറ്റൽ ഞാൻ ഇൻട്രാഡേക്ക് ഒരു 25 to 35,000 ഞാൻ ക്യാപിറ്റൽ ഇൻട്രാഡേക്ക് ഞാൻ ഉപയോഗിക്കാറുള്ളൂ. പൊസിഷനിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഡിപ്പെൻഡിങ് ഏത് ഷെയർ എത്ര ക്വാണ്ടിറ്റി വാങ്ങും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൽ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ബേസിക്കലി ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, അതാത് ദിവസം പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യും, അതിൽ ട്രേഡ് എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആരെങ്കിലും ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പൊസിഷനിൽ ട്രേഡ് ചെയ്ത് തുടങ്ങുക, ഇൻട്രാഡേ ചെയ്യാതിരിക്കുക, കാശ് കളയാതിരിക്കുക. അപ്പോൾ ഏകദേശം എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.